ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മരണം എന്ന സംഭവം വളരെ പേടിയാണ് അല്ലേ? പക്ഷേ മരണം ചോദിച്ചു വാങ്ങിയവരുടെ കഥ കേട്ടാൽ നിങ്ങൾ എന്തായിരിക്കും? അതെ, ചില അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും കാട്ടിക്കൊണ്ട് മരണം ചോദിച്ചു വാങ്ങിയവരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒന്നാമത്തത്, ഗെയിം കളിച്ചുള്ള മരണം. നമ്മുടെ നാട്ടിലും കുറെ ആളുകൾക്ക് ഗെയിം അഡിക്ഷൻ ഉണ്ടാവുമല്ലേ? അതെ, അതുപോലെയുള്ള അടിപൊളി ഗെയിം ആയിരുന്നു പോക്കിമോൺ. സിംഗപ്പൂരിലെ 67-കാരനായ ഒരു വ്യക്തി ഇതിന് വളരെയധികം അഡിക്റ്റ് ആയിരുന്നു. അദ്ദേഹം കുറെ ലെവലുകൾ പിന്നിട്ടപ്പോൾ കടലിൽ മാത്രം കാണപ്പെടുന്ന ലാർപ്പസിനെ കാണാൻ അദ്ദേഹം ഇടയായി. സിംഗപ്പൂരിലെ മരീന ബൈ സാൻഡ്സിൽ നിന്നാണ് അദ്ദേഹത്തിനെ കാണാനിടയായത്. അതിനുശേഷം കുടുംബാംഗങ്ങൾ അദ്ദേഹം വളരെ സന്തോഷവാനാണെന്ന് പറഞ്ഞിരുന്നു. സന്തോഷം വളരെ കൂടിയത് കാരണം പെട്ടെന്ന് അറ്റാക്ക് വരികയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പെട്ടെന്നുണ്ടായ ഹൃദയ സംബന്ധം മൂലമാണ് അദ്ദേഹം മരിച്ചതെന്ന് ഡോക്ടർമാരുടെ പരിശോധനയിൽ അവർ വ്യക്തമാക്കി. ഉറക്കം വരെ ഉപേക്ഷിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്നവർ ഇത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തത്, മോഷ്ടിച്ച കാറിൽ നിന്ന് മരണപ്പെട്ടവൾ. ജോർജിയയിൽ നിന്ന് കാണാതായ 19 വയസ്സുകാരി മറിയ സ്മിത്തിനെ കണ്ടെത്തുന്നത് ഒരു വാഹനാപകടത്തിൽ മരിച്ച നിലയിലാണ്. അവളെ കാണാതായ ദിവസം അവൾ ഒരു കാർ മോഷ്ടിച്ച് കിടന്നു കളയുകയായിരുന്നു. എന്നാൽ പകുതി ദൂരം സഞ്ചരിച്ചപ്പോയേക്കും ആ കാർ അവിടെ നിന്നുപോയി. അവൾ അവിടെ കുടുങ്ങി. അങ്ങനെ അവൾ മറ്റൊരു കാർ എടുത്ത് മോഷ്ടിച്ചു പോയി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇതൊരു ഓട്ടോമാറ്റിക് കാറാണെന്ന്. അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിനാൽ അത് കൺട്രോൾ ചെയ്യാൻ അവൾക്കായില്ല. ഒരു വലിയ ട്രക്കുമായി അത് കൂട്ടിയിടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തും മുമ്പ് തന്നെ അവൾക്ക് മരണം സംഭവിച്ചു. 2 തവണ കാർ മോഷ്ടിച്ചിട്ടും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്കായില്ല. മൂന്നാമത്തത്, ബിയർ കുടിച്ച് മരണം. സ്പെയിനിലെ ഒരു ആഘോഷത്തിനിടയിൽ ബിയർ ഡ്രിങ്കിംഗ് കോമ്പറ്റീഷൻ നടത്തി. 20 മിനിറ്റിൽ കൂടുതൽ ബിയർ കുടിക്കുന്ന ആളാണ് വിജയ് എന്നതായിരുന്നു മത്സരം. ജോക്കിൻ അൽക്രാസ് ക്രാസിയ എന്ന ആളായിരുന്നു വിജയ്. 20 പൈന്റ് ബിയർ കുടിച്ച് മത്സരത്തിൽ ഒന്നാമനായി. ബിയർ ചാമ്പ്യൻ എന്ന് അദ്ദേഹത്തെ എല്ലാരും പുകഴ്ത്തി പറഞ്ഞു. സമ്മാനം ലഭിച്ച് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഛർദ്ദിക്കാൻ തുടങ്ങി. കുറച്ചു നേരത്തിന് ശേഷം അദ്ദേഹം തളർന്നു വീണു. എല്ലാവരും വിചാരിച്ചത് ബിയർ കുടിച്ചതിന്റെ ഹാങ് ഓവർ ആയിരിക്കുമെന്നാണ്. എന്നാൽ ഛർദി ഓവറാവുകയും അറ്റാക്ക് വരികയും അദ്ദേഹം തളർന്നു വീഴുകയും ചെയ്തു. പരിധിയില്ലാതെ മദ്യം കുടിക്കുന്നവർക്ക് ഇതും ഒരു പാഠമാണ്. നാലാമത്തത്, സ്നാപ്ചാറ്റ് വീഡിയോ എടുക്കുന്നതിനിടയിലുള്ള മരണം. യുവതികളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആണല്ലോ സ്നാപ്ചാറ്റ്. ഒന്ന് വൈറലാവാൻ അവർ അതിൽ എന്തും ചെയ്യും. അങ്ങനെ ഒരു സ്ത്രീ സിറ്റിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറിൽ നിന്ന് സ്നാപ്ചാറ്റ് വീഡിയോ എടുക്കുകയായിരുന്നു. അങ്ങനെ മരണപ്പെട്ട 21-കാരിയാണ് ഷാനിയ മാഗ്നൽ. കാർ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ വണ്ടിയിൽ നിന്ന് സ്നാപ്ചാറ്റ് വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പോഴാണ് എതിരെ വന്ന ഒരു കാറുമായി കൂട്ടിയിടിച്ച് മരണം സംഭവിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അവളുടെ ഫോൺ കണ്ടെത്തുന്നതും അതിൽ അവസാനമായി ഷൂട്ട് ചെയ്ത വീഡിയോ കണ്ടെത്തുന്നതും. ഇങ്ങനെയാണ് ഇത് തെളിയിക്കപ്പെട്ടത്. അതുപോലെ ഡ്രൈവിംഗിനിടയിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പലതരം ആളുകളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി മരണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവർ ഇത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അഞ്ചാമത്തത്, ടോയ്ലറ്റിലെ മരണം. ഇദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങളായിട്ട് മലന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറെ കാണാൻ അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ മലമൂത്ര വിസർജനത്തിനിടെ പെട്ടെന്ന് പ്രഷർ കൂടുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു. ഡോക്ടേഴ്സ് പറയുന്നത് ഇദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. കൂടുതൽ പ്രഷർ അനുഭവപ്പെട്ടപ്പോൾ അത് താങ്ങാൻ കഴിയാതെ ഹൃദയസ്പന്ദനം ഉണ്ടായത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇടയിലും ഇതുപോലെയുള്ള സംഭവം ഉള്ളവരുണ്ട് എങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമായെങ്കിൽ പാർട്ട് 2 നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.